പക്ഷെ ഇത്രയും ഇതൊക്കെ ഉണ്ടായിട്ട് ഈ പ്രവാസത്തിലിരിക്കുമ്പോഴേ ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാലഘട്ടങ്ങളായിരിക്കുമല്ലോ ആ സമയത്തൊക്കെ. കലാകാരന്മാരുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ എപ്പോഴും ഈ ഇതിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ഒന്നും വേണ്ട, ഇനി എൻ്റെ പുറകെ പോകണ്ട എന്ന് വിചാരിക്കും. പിന്നെ തന്നൊക്കെ പൊന്തി വരും. കലേനെ ഒരിക്കലും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല. കാരണം അത് നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ തുടിക്കും. നമ്മളങ്ങനെ പയ്യനെ ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ ഞാൻ വെറുതെ ഇരുന്നില്ല. ഞാൻ ഇപ്പോൾ ഗൾഫിൽ ഫസ്റ്റ് ഞാൻ 1998 ഫസ്റ്റ് ഖത്തറിൽ പോണത്. അന്ന് ഞാൻ ഒരു ഹൗസ് ഡ്രൈവറായിട്ടാണ് ഞാനവിടെ പോണത്. അപ്പോൾ ഹൗസ് ഡ്രൈവറായിട്ടൊക്കെ പോണ ആൾക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്ന് 2 ആഴ്ച ഞാൻ അവിടുത്തെ സ്റ്റേജിൽ പോയി ഞാൻ പാട്ട് പാടി. അങ്ങനെ എൻ്റെ ചേട്ടനെ കുറിച്ച് നീ ഇതെങ്ങനെ പോയെന്ന് പറഞ്ഞതിനെ ചീത്ത പറഞ്ഞു. കാരണം ആകെ പ്രശ്നമാവില്ല എന്നൊക്കെ ചോദിച്ചു. എന്ത് പ്രശ്നം? കാരണം ഞാൻ പോയി പാടി രാത്രിയിൽ തിരിച്ച് റൂമിൽ കയറി. അത് അവരറിയല്ല. അപ്പോൾ അങ്ങനെ എൻ്റെ പാഷനൊക്കെ അറിയാൻ പാടില്ലേ? അല്ല, ഈ അറബി വീടുകളിലൊക്കെ ശരിക്കും സ്ട്രിക്റ്റ് ആണ്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആൾ പുറത്തേക്ക് പോകുന്നുള്ള രീതിയിലേക്ക് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരറിയാതെ പോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഉള്ളിലെ ടാലന്റ് കിടന്നിട്ട് ഇങ്ങനെ. അതെ.